എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. അപ്പം ഇന്ന് ആൾക്കാരെ ഒന്നും കാണുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. ഭാഗവതാണെന്ന് അറിഞ്ഞില്ലേ ആവോ. എന്നാൽ നമുക്ക് എന്തായാലും അല്ല രതിദേവി മാതാജി ഈ കാണാം. രണ്ടുപേരെ ഉള്ളെങ്കിൽ മെനക്കേടല്ലേ പ്രഭു? ഇല്ല ഇല്ല, രണ്ടുപേരല്ലേ ഉള്ളൂ. നമുക്ക് എടുത്തേക്കാം. അങ്ങനെ ക്ലാസ് മിസ് ചെയ്യണ്ട. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേരെ വെച്ച് ക്ലാസ് എടുത്ത്. അത് സാരമില്ല. രണ്ടുപേരെ ഒരാളെ ഉള്ളെങ്കിൽ നമുക്ക് ക്ലാസ് മുടക്കാണ്ട് പറ്റത്തില്ല മാതാജി. അപ്പൊ വേഗം എടുത്ത് തീർത്തേക്കാം. ആയിക്കോട്ടെ. ആ, ആയി. ഭഗവാന്റെ കാര്യമില്ലേ. അപ്പം അല്ല, അതല്ല ഞാൻ പറഞ്ഞ ആള് കുറവ്. എന്തോ. ഉം, സാരമില്ല. അപ്പം നമുക്കിന്ന് ആ, ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ കാണ്ഡോ, ഒന്നാമത്തെ അധ്യായം, ഋഷിമാരുടെ ചോദ്യങ്ങൾ, അതിലെ ആ, ശ്ലോകം 21 22 ആണ് എടുക്കുന്നത്. ഇത് തന്നെയല്ലേ മാതാജി? സംശയമൊന്നുമില്ലല്ലോ അല്ലേ? 21 22. പ്രഭു 23, 21, 22, 23 അല്ലേ പ്രഭു ഇട്ടിരുന്നേ? സോറി, 22 23. ശരിയാ. അപ്പൊ നമ്മള് ഈ 22 23 ശ്ലോകം നമ്മളപ്പോ എവിടെയായിരുന്നു എന്ന സന്ദർഭം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ഋഷിമാര് അപ്പം അവിടെ ഈ പറയുന്ന സൂതഗോസ്വാമിയെ അവരോധിച്ചിരിക്കുകയാണ് ശിക്ഷാഗുരുവായിട്ട്, അല്ലെങ്കിൽ വ്യാസാസനത്തിൽ അവരോധിച്ചിരിക്കുകയാണ്, അത് വ്യാസദേവന്റെ പ്രതിനിധിയായിട്ട്. അപ്പോൾ അവര് അവിടുത്തെ കൂടിയിരിക്കുന്ന ഋഷിമാര്, അപ്പൊ അവർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ ചോദിക്കുന്നവർക്കും. നമ്മൾ ഇന്നലെ രാമായണമൊക്കെ പാരായണം ചെയ്തപ്പോൾ കണ്ടല്ലോ അല്ലേ. അപ്പൊ വ്യാസദേവനിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ വ്യാസദേവന്റെ പുത്രനായ പരീക്ഷിത്ത് സുഖദേവ ഗോസ്വാമി ഇതുപോലെ ഗംഗാതീരത്ത് വെച്ചിട്ട് പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്ത അത് നേരിട്ട് കേട്ട ആളായതുകൊണ്ട്, എന്താണ് പരമസത്യത്തെ പറ്റി ആ വിവരം ഉള്ള ആളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശ്രോതാക്കൾ ഇദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് ഭഗവാനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വളരെ എളിമയോടുകൂടി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ 22ാമത്തെ ശ്ലോകത്തിലെത്തി. ത്വം ന സന്ദർശിതോദ്ര ദാത്രാ ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാരാം ഇവാർണവം. ത്വം ന സന്ദർശിതോ ദാത്രാം ദുസ്തരം നിസ്ഥിതീർഷിതാം കലിം സത്വഹരം പുംസാം കർണധാരാ ഇവാർണവം. ത്വം ന സന്ദർശിതോ ദാത്രാ ദുസ്തരം നേസ്തി തീർഷിതാം കലിം സത്വകരം പുംസാം കർണധാരാ ഇവാർണവം. ത്വം അങ്ങയുടെ നന്മ ന ഞങ്ങളിൽ സന്ദർശിക്കുക, ധാത്ര ദേവകടാക്ഷത്താൽ ദുസ്തരം തരണം ചെയ്യാൻ സാധ്യമല്ലാത്ത, നിസ്ഥിതീർഷിതാം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, കലി യുഗം, സത്വഹരം സദ്ഗുണങ്ങൾ അധപതിക്കുന്ന, പുംസ മാനവരുടെ, കർണധാര കപ്പിത്താൻ ഇവ പോലെ അർണവം സാഗരം. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ഭഗവത്ഗീതത്താൽ അങ്ങയുടെ കൃപ പ്രാപ്തമായി എന്ന് പരിചിന്തിക്കിയാൽ മാനവരുടെ സർവ്വ സദ്ഗുണങ്ങളെയും അധപ്പതിക്കുന്ന ദുഷ്കരമായ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ കപ്പലിന്റെ കപ്പിത്താനായി യഥാർഹമായി അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു ആചാര്യ വരണം എന്നുള്ള കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു ആചാര്യനെ കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഭഗവാനാണ് നമുക്ക് എന്താണ് ഭഗവാനെ നമ്മളെ എങ്ങനെ ഇതിലൂടെ നിന്ന് കരകയറ്റണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ ഈ ഈ പറയുന്ന ഭൗതിക ലോകത്തിൽ ആരായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്? ഗുരുവിന്റെ രൂപത്തിൽ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നമുക്കൊരു ഗുരുവിനെ കൊണ്ടുപോയി തരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഗുരുവിനെ കിട്ടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കും. അപ്പൊ ഭഗവാന്റെ കൃപയാണ്. അപ്പൊ ഭഗവത് ഹിതത്താൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. അങ്ങയുടെ കൃപ എന്ന് പരിചിന്തിക്കയാൽ മാനവരുടെ സർവ്വ സദ്ഗുണങ്ങളെയും അധപ്പതിക്കുന്ന ദുഷ്കരമായ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ. ആക്ച്വലി ഈ കലിയുഗ സാഗരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെയും രാമായണത്തിൽ ഇനി ഞാൻ നോക്കി എടുത്തായിരുന്നു. വളരെ വലിയൊരു സാഗരമാണ് അല്ലേ. നമുക്ക് പറയുന്ന ഇപ്പൊ ഈ കാണുന്ന കടലുകളൊക്കെ കടക്കാനായിട്ട് ഒരുപക്ഷെ പറ്റിയേക്കും.
പക്ഷെ ഈ മായാസാഗരം എന്ന് പറയുന്ന ഈ സാഗരത്തെ കിടക്കാനായിട്ട് ഇന്നലെ നമ്മൾ ആധ്യാത്മ രാമായണത്തിൽ കണ്ടു. വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെ? മറുകര കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറണമെന്നുണ്ട്. അപ്പം എന്താണ്? ഒരു നൗക ഇത് ഇട്ട് തന്നു. എന്നാ ഈ നൗകയിൽ കയറിക്കൂ, നിങ്ങളെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പൊ ആ നൗകയുടെ കപ്പിത്താൻ ആരാണ്? കപ്പിത്താനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നൗകയുടെ കപ്പിത്താനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ എന്താണ് ഈ തോണി കിടത്തി ഈ സാഗരത്തിന്റെ മറുകര കിടത്തുന്ന ആളാണ് ആധ്യാത്മിക ഗുരുനാഥൻ. അപ്പൊ അങ്ങനെയുള്ള ആധ്യാത്മിക ഗുരുനാഥൻ എന്ത് ചെയ്യണം? ഞങ്ങളെ എന്താണ് ഈ എന്ത് കേട്ട് കഴിഞ്ഞാലാണോ, അല്ലെങ്കിൽ എന്ത് നമ്മൾ മനസ്സിലാക്കിയാലാണോ, എന്തിനെപ്പറ്റി അറിഞ്ഞാലാണോ ഈ കലിയുഗമാകുന്ന ഈ മഹാസാഗരം, ഈ മായാസാഗരത്തിൽ നിന്ന് മറികര കിടക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു തോണി കൊണ്ടു തന്നു. അതുപോലെ തന്നെ എന്താണ് അതിന് തോണിക്ക് കപ്പിത്താനായിട്ട് ഒരു ഉചിതനായിട്ടുള്ള ഒരു വ്യക്തിയും കൂടി തന്നു. തുഴ അറിയാൻ വയ്യാതെ, നീന്തൽ അറിയാത്ത ഒരാളെ തന്നു കഴിഞ്ഞിട്ട് എന്താണ് നമ്മള് എന്താണ് താഴ്ന്നിട്ട് കാര്യമുണ്ടോ? മുങ്ങിച്ചാത്തിട്ട് കാര്യമുണ്ടോ? കടലിൽ കൂടെ എന്ത് ചെയ്യണം? ഈ തോണി തുഴഞ്ഞു പോകണമെങ്കിൽ എന്താണ്? നല്ലൊരു കപ്പിത്താൻ, പ്രാപ്തനായ ഒരു കപ്പിത്താൻ തന്നെ വേണം. ഈ പറയുന്ന തിരമാലകളും മറ്റുള്ള പ്രക്ഷുബ്ധങ്ങളായ സാഗരമാണല്ലേ, പലതരത്തിലുള്ള പ്രക്ഷുബ്ധങ്ങളായ സാഗരം. ഈ സാഗരത്തെ തരണം കിടക്കാനായിട്ട് നല്ലപോലെ നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം അല്ലേ? ഈ സാഗരത്തിന് എന്തുമാത്രം വ്യാപ്തിയുണ്ട്, ഈ സാഗരത്തിലെ അലകള്, ഒളിഞ്ഞിരിക്കുന്ന എന്താ തിമിംഗലങ്ങള്, അതുപോലെ തന്നെ നക്രങ്ങള്, അതായത് നക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതല. ഇങ്ങനെയുള്ള ഇതിലൊക്കെ എന്താണ്? ഈ മുതലയും നക്രമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ ഉദാഹരണം എന്താണ്? നമ്മളുടെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളാണല്ലേ, നമ്മളുടെ ഭൗതിക വിഷയങ്ങളാണ്. അപ്പൊ ഇതിനെയൊക്കെ മറികര കടക്കണമെങ്കിൽ ഈ ഭൗതിക സാഗരത്തിന്റെ ആഴം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ കര, എന്തുമാത്രം ദൂരെയാണ് ഇതിന്റെ കരയുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിനെ ഒക്കെ ഈ മത്സ്യങ്ങളുടെ പിടിയിൽ നിന്നും, ഈ തിമിംഗലത്തിന്റെ പിടിയിൽ നിന്നും, ഈ മകരമത്സ്യത്തിന്റെ ഒക്കെ പിടിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അതിനെ എതിർക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി വേണം. എന്ത് ചെയ്യണം? നീന്തൽ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന വേയോടൊക്കെ മല്ലിട്ടിട്ട് ജയിക്കാൻ പറ്റിയ ഒരു വ്യക്തി ആയിരിക്കണം നമ്മളുടെ ഈ നൗകയുടെ കപ്പിത്താൻ. അപ്പം ഇവിടെ ആ ഒരു കപ്പിത്താനായിട്ട് വന്നിരിക്കുന്നത്, അവരോധിച്ചിരിക്കുന്നതാണ് സൂത ഗോസ്വാമിയാണ് ആ കപ്പിത്താൻ. അപ്പൊ എത്ര മുതലകൾ ഇങ്ങനെ എന്തിനാ അത് ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യും? കാലെ പിടിച്ച് വലിക്കും അല്ലേ? ഇതെന്താണ്? മായയുടെ ഓരോരോ വിഭാഗങ്ങളാണല്ലേ. ഈ പറയുന്ന മുതല, മകരമത്സ്യങ്ങള്, തിമിംഗലങ്ങള് എല്ലാം പതിയിരിക്കുന്ന വലിയ ചുഴി, അഗാധമായ ഗർത്തം, ഭയങ്കര വലിയ തിരമാലകള്, ഇതെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഈ പറയുന്ന സാഗരത്തെ മറികടക്കാനായിട്ട് ഭഗവാൻ നമുക്കൊരു നൗക ഇട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ കപ്പിത്താൻ. കപ്പിത്താനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അദ്ദേഹം നീന്തൽ അറിയണം, അദ്ദേഹത്തിന് നന്നായിട്ട് തുഴയാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ മത്സ്യങ്ങളെ, ഇതിന്റെ അഗാധത, ഇതുപോലെ ഈ സാഗരത്തിന്റെ നീളം, എന്തുമാത്രം സമയമെടുക്കും, ദൂരം എടുക്കും ഇതിനെ മറുകര കിടത്താൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു വ്യക്തി ആയിരിക്കണം ഇതിനെ ലീഡ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അറിഞ്ഞ വ്യക്തിയെ പറ്റി ഭാവാർത്ഥത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഈ പറയുന്ന കൃഷ്ണകുമാരി മാതാജി. പ്രഭു അത് കലിയുഗ മാനവരാശിക്ക് ആപൽക്കരമാണ്. മനുഷ്യ ജീവിത ആത്മസാക്ഷാത്കാരത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. എന്നാൽ ഈ യുഗത്തിന്റെ ആപൽക്കരമായ പ്രഭാവത്താൽ മാനവർ ജീവിത ദൗത്യത്തെ പരിപൂർണമായി വിസ്മരിച്ചിരിക്കുന്നു. ഈ യുഗത്തിൽ മനുഷ്യായുസ് കുറഞ്ഞു വരും. ജനങ്ങൾക്ക് അവരുടെ ഓർമ്മ, മൃദുല വികാര ശക്തി, സദ്ഗുണങ്ങൾ എന്നിവ ക്രമേണ നഷ്ടപ്പെടും. ഈ ഗ്രന്ഥത്തിന് ദ്വാദശ സ്കന്ധത്തിൽ കലിയുഗ വിധിവിരുദ്ധ പട്ടിക നൽകിയിരിക്കുന്നു. ആകയാൽ ആത്മസാക്ഷാത്കാര ലാഭത്തിന് ഈ ജീവിതം കാര്യക്ഷമമായി പ്രയോജനപ്പെടുക കലിയുഗത്തെ അത്യധികം പ്രയാസകരമാണ്. ഇന്ദ്രിയ ഇച്ഛാനുവൃത്തിയിൽ മാത്രം വ്യാപൃതരാകയാൽ ആത്മസാക്ഷാത്കാരത്തെ സമ്പൂർണമായി ജനങ്ങൾ വിസ്മരിച്ചിരിക്കുന്നു.
ആഹ്ലാദോന്മാദത്താൽ ആത്മസാക്ഷാത്കാരത്തിന്റെ യാതൊരു ആവശ്യവുമില്ലെന്ന് അവർ തുറന്നടിക്കുന്നു. എന്നാൽ ആത്മസാക്ഷാത്കാര ദിശയിലേക്കുള്ള മഹായാത്രയിലെ ഏക നിമിഷം മാത്രമാണ് ഈ ഹ്രസ്വ ജീവിതമെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. ആധുനികമായ സമഗ്ര വിദ്യാഭ്യാസ സമ്പ്രദായവും ഇന്ദ്രിയപൂർണ എന്ന നിർദ്ദിഷ്ട ഉദ്ദേശത്തിന് മാത്രം ഉതകുന്നവയാണ്. ആധുനിക കലിയുടെ വിദ്യാഭ്യാസം ശിശുക്കളെ മനഃപൂർവ്വം കശാപ്പുശാലകളിൽ അയക്കുകയാണെന്ന് കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ദർശിക്കാനാവും. ആകയാൽ ബുദ്ധിമാന്മാരായ ജനങ്ങൾ ഈ യുഗത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ആപൽക്കരമായ കലിയുഗ സാഗരം തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സർവരും നിശ്ചയമായി നൈമിശാരണ്യത്തിലെ ഋഷിശ്രേഷ്ഠന്മാരുടെ കാലടികളെ പിന്തുടരേണ്ടത് ശ്രീ സൂത ഗോസ്വാമിയെയോ അഥവാ അദ്ദേഹത്തെ യഥാർത്ഥ പ്രതിനിധിയെയോ കപ്പലിന്റെ കപ്പിത്താനായി സ്വീകരിച്ച് അംഗീകരിക്കേണ്ടതുമാണ്. ആ കപ്പൽ ഭഗവത്ഗീത അഥവാ ശ്രീമദ് ഭാഗവതന രൂപേണയുള്ള ശ്രീകൃഷ്ണ സന്ദേശങ്ങളാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ കണ്ടു കപ്പല്, കപ്പിത്താനെ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ, നമ്മൾ അതിന്റെ വിവർത്തനത്തില്. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഭാവാർത്ഥം നിങ്ങൾ വായിച്ച നമ്മൾ കുറെ താമസിച്ചാണ് തുടങ്ങിയത്. പിന്നെ ആൾക്കാർ ഇന്നാരും കയറിയിട്ടില്ല ഇതുവരെ. എല്ലാവരും ഗുരുവായൂർ തന്നെ തങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ നമ്മൾ കലിയുഗം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കലിയുഗം അല്ലേ, നമ്മൾ ഓരോരോ ഇഞ്ചും അല്ലേ, പദം പദം വിപദമാണ് കലിയുഗത്തില് നമ്മൾ കണ്ടല്ലേ. അതുപോലെ എന്താണ് ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാന ദർശനം എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവത്ഗീതയിലും കണ്ടു. അതുപോലെ പദം പദം വിപദമാണ്. കലിയുഗത്തിലെ നടക്കുന്ന ഓരോ സ്റ്റെപ്പിലും നമുക്ക് അപകടം ഒളിഞ്ഞിരിക്കുകയാണ്. ഏത് രീതിയിലാണ്, എങ്ങനെയാണ് നമുക്ക് പണി കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭക്തിയുത സേവനത്തിൽ. ഇപ്പം ഞാൻ ഈ പറയുന്ന എനിക്ക് പോലും ബാധകമാണ്. നമ്മൾ ഇതിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എവിടെ വെച്ചിട്ടാണ് നമുക്കൊരു വീഴ്ച വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറെ ആൾക്കാർ സഹിതമുണ്ട്. കൃഷ്ണാബോധത്തിലടക്കം ഈ ഈവൻ ഗുരുവിനെയൊക്കെ സ്വീകരിച്ചിട്ട് ഒരുപാട് മുന്നോട്ട് പോയ ആള്, വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആൾക്കാര്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അല്ലേ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവര് കൃഷ്ണാവബോധം വിടാനും അല്ലെങ്കിൽ ഡൗൺ ആകാതിരിക്കാനും അല്ലെങ്കിൽ യാതൊന്നും പ്രവർത്തിക്കാതെയും പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന ഇവിടെ ഞങ്ങളുടെ ഈ രാജ്യത്ത് ഏറ്റവും നിലയില് എല്ലാവരുടെയും ഇപ്പോഴത്തെ സീനിയർ ഗുരുക്കന്മാരുടെ ഒക്കെ ശിക്ഷാഗുരുവായിട്ടിരുന്ന ഒരു വ്യക്തിക്ക് വരെ സംഭവിച്ചതാണത് അല്ലെ. അവരുടെ ജീവിതത്തില് അത് എന്താണ് ഞാൻ പറഞ്ഞത്, മകനെ ട്രെയിൻ ഇടിച്ചു മരിച്ചു. മകനെ നിങ്ങൾ എല്ലാവരും അറിയാവുന്ന ആരാണ്, ഞാൻ പേര് അതാരണം പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. പല യൂട്യൂബിലൊക്കെ പല ക്ലാസ്സുകളിലൊക്കെ എടുക്കുന്ന ആളാണ്. ഇവിടുത്തെ പലരുടെയും ശിക്ഷാഗുരുവാണ്. അദ്ദേഹം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അച്ഛൻ അമ്മ ഇനീഷ്യേറ്റഡ്, രണ്ടാമ്പിള്ളാര്, രണ്ടുപേരും കൃഷ്ണബോധം വയറ്റിനുള്ളിലായിരുന്നപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്നത്. അതിൽ മൂത്ത കുട്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഉദയസൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നിരിക്കുന്ന പോലെ അത്ര ഭംഗിയുള്ള കുട്ടി. അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. പക്ഷെ അവരെല്ലാവരും ന്യൂട്രൽ ആയിപ്പോയി. ഭക്തിയൊക്കെ മറന്നുപോയി. എല്ലാം തന്നെ വിസ്മരിച്ചു. എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ ഈ പറഞ്ഞ തത്വങ്ങളും, ഞാനിപ്പോൾ കുറെ തത്വങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. ഇതെല്ലാം ശരീരമാണ്, നമ്മൾ ആത്മാവാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഇങ്ങനെ തത്വം പറയാൻ എളുപ്പമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻ പലർക്ക് സാധിക്കാതെ പോകും. പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കും, നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ ആപ്ലിക്കേഷൻ ബേസിസിൽ ഇതിനെ എങ്ങനെ എടുക്കും, എങ്ങനെ കൊണ്ടുപോകും, തുടർന്ന് എങ്ങനെ കൊണ്ടുപോകും, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്ന കലിയുഗം. ഞാനിപ്പോൾ എന്താ പറയുക, ഗ്രൂപ്പിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കർമ്മദോഷം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞിട്ട്, കർമ്മദോഷം ഇതല്ലാതെ വേറെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്, വ്യത്യസ്തമായ ഇത് കാര്യം. ഇപ്പം ജ്ഞാനാംബിക മാതാജിക്കുള്ള അനുഭവമല്ല എൻ്റേത്.
കൃഷ്ണകുമാരി മാതാജിക്ക് വേറൊരു രീതിയിൽ. മാതാജി ക്ഷേത്രത്തിലേക്ക് പോയ വഴിക്കാണ് മാതാജിക്ക് ഈ സ്ട്രോക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവില്ല. നമുക്കിതിൻ്റെ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ ഓടിച്ചെന്ന് മതം മാറിയതിന് സൊല്യൂഷൻ കിട്ടുമോ? അല്ലെങ്കിൽ ഓടിച്ചെന്ന് ഒരു കയറെടുത്തു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കിട്ടുമോ? ഒന്നുമില്ല. അപ്പോൾ നമ്മളിൽ എന്താണ്, നമ്മളെ ഇങ്ങോട്ടേക്ക് ഓരോരുത്തരുടെയും എന്താ പറയുന്ന അവസ്ഥ ഡിഫറൻറ്റ്. നമ്മൾ നേരത്തെ രാമായണത്തിലും കണ്ടിരുന്നു അല്ലേ? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തറായി കൂടി വിയോഗം വരും പോലെ എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. നമ്മളെല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്നിരുന്നു, ഒന്നിച്ചൊരു സ്ഥലത്ത് കൂടി, അത് കഴിഞ്ഞ് പലപ്പോഴായിട്ട് നമുക്ക് കോള് വരുമ്പം പോകണം അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു ചെറിയ കാലയളവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മളുടെ മാനസിക അവസ്ഥ, ഇന്നലെ ജ്ഞാനാംബിക മാതാജി അതിനോട് പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണത്. ഈ പറയുന്ന വിഷയങ്ങളെയൊക്കെ പുറത്താക്കാനായിട്ട് നമ്മളെ പുറത്തുള്ളതാണെന്ന് നമ്മളെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളിക്കാനുള്ള പ്രാക്ടീസാണ് നടക്കുന്നത്. അത് ചിട്ടയായിട്ടുള്ള ഹരിനാമ ജപം പ്രാക്ടീസ് ചെയ്ത് ഒരു ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് ഇതിങ്ങനെ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാനുള്ള ആൾക്കാർക്കേ ഉള്ളൂ. നമുക്കിപ്പം അങ്ങനത്തെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുന്നത്, ഈവൻ കുന്തി ദേവി ഭഗവാന്റെ അടുത്ത പറ്റയായിരുന്നു അല്ലേ? കുന്തി ദേവിക്ക് സംഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ദേവകി മാത ഭഗവാന്റെ അമ്മയാണ്, അവർക്ക് സംഭവിച്ചു. പൂന്താനം ഭഗവാന്റെ അടുത്ത ഭക്തനാണ്, ഏറ്റവും അടുത്ത ഭക്തനാണ് അല്ലേ? പൂന്താനത്തിന്റെ മകനെ എന്ത് ചെയ്തു? ഭഗവാൻ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ പൂന്താനം എങ്ങനെ ഉൾക്കൊണ്ടു അതിനെ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പൂന്താനം അതിനെ ഉൾക്കൊണ്ടു. ഇതേപോലെ എത്ര പേർക്ക് സാധിക്കും? അപ്പൊ അതുകൊണ്ടാണ് കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഓർക്കും ഇതൊന്നും ഫോളോ ചെയ്യാതെ ചുറ്റോട് ചുറ്റും വെറുതെ തേരാപാരം നിൽക്കുന്ന ഒരു നാമം ജപിക്കുവോ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്യുവോ, മറ്റുള്ളവർക്ക് പാരവെപ്പും കുതികാല് വെട്ടിത്തരവും ദ്രോഹവും അതും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുന്നു, ഒന്നും പറ്റുന്നില്ലേ എന്ന്. നമ്മളിപ്പോൾ ഭൗതികമായിട്ട് ഈ കാണുന്ന കാര്യങ്ങളല്ല ശരിക്കും നടക്കുന്നതെന്ന് നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്കാണ് അല്ലേ? ഭൗതികമായി നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മളുടെ കണ്ണുകൾക്കൊണ്ട്. നമ്മളുടെ ആയുസ് തന്നെ എത്ര നൈമിഷികമാണ്. നമ്മൾ പല ഉടുപ്പുകൾ അണിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ ഈ ഉടുപ്പ് ഇരിക്കുന്നുള്ളൂ. ഇതേ ഉടുപ്പ് ഇത് തന്നെ വേറൊരു ഉടുപ്പ് സ്വീകരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ട് വിജ്ഞാനപ്രാപ്തി ഉണ്ടാകണം. നമ്മൾ ഇന്നലെ കണ്ട അധ്യാത്മരാമായണത്തിൽ പറഞ്ഞ പോലെ അല്ലേ? വിജ്ഞാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ശരിക്കും ഒരു ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകുമല്ലാതെ വേറെ നിവൃത്തില്ല. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഇടയ്ക്ക് മകരമത്സ്യങ്ങളും തിമിംഗലങ്ങളും അതുപോലെ തന്നെ വലിയ ചുഴികളും അതുപോലെ ഗർത്തങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾക്കതിനെ തടുക്കാനേ സാധിക്കില്ല. പക്ഷേ നമ്മൾക്ക് എന്താണ്, ഫൈനലി നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു കഴിഞ്ഞാലും നമ്മൾ എന്താണ്, നമ്മളുടെ ഗുരുവിലും അതുപോലെ തന്നെ ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടാലോ അതുപോലെ തന്നെ കപ്പൽ മറിഞ്ഞ് ചെയ്താലോ ഏത് അവസ്ഥയിലും എന്താണ്, ഇവർ രണ്ടുപേരും നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകാനായിട്ടുണ്ട്. നമ്മളുടെ ഈ ശരീരത്തെ അല്ല, നമ്മളുടെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് ഇവർ നമ്മുടെ ചൈത്യഗുരുവായിട്ട് ഒന്നുകിൽ ഭഗവാൻ എത്തും, അല്ലെങ്കിൽ നമ്മളുടെ ഗുരു നമ്മളുടെ അടുത്തെത്തും, അല്ലെങ്കിൽ ഗുരു ഭഗവാന്റെ ആ ഒരു മരണം നമ്മളെ ഓർപ്പിക്കും, ഗുരു. അപ്പൊ ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ഗുരുദീക്ഷ എന്ന് പറഞ്ഞ സെറമണിയുടെ ഇമ്പോർട്ടൻസ് അതാണ്. ഗുരു നമ്മളുടെ അതുവരെയുള്ള ചെയ്ത പാപകർമ്മങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഗുരുദീക്ഷ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ്, ഇത്രയും വയസ്സൊക്കെ ആയി 10, 50, 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ്, നമ്മളുടെ ലൈഫിൻ്റെ ഇത്രയും കഴിഞ്ഞു പോയി, ഇനിയെങ്കിലും ഗുരുദീക്ഷ എടുക്കുക എന്നുള്ളൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം ഇനി എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത്? ഇനി എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ആർക്ക് വേണ്ടിയിട്ട്? അപ്പോൾ നമ്മളൊരു ഭാരമായി, നമ്മളെ ഒരു ഭാരമായി കരുതുന്ന നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അവർ ഏതെങ്കിലും വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളെ ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ നമ്മൾ മരണം അടയുക. അപ്പം നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഗുരുവിനെ
അക്സെപ്റ്റ് ചെയ്ത് ഗുരുവിന്റെ ശിക്ഷണത്തിൽ പോകുക. ഇനി ഇത്രയായി. ഇക്കാവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 51. 51 എന്ന് പറഞ്ഞാൽ എന്താണ്? വനത്തിൽ പോവുക അല്ലെ? ഇക്കാവൻ അല്ലെ? പണ്ട് പറഞ്ഞു വെച്ചിരുന്നു അല്ലെ? 51. അപ്പൊ നമ്മൾ സമയം ഇത്ര എടുത്തു. ഇനി എന്തിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു? നമുക്ക് സമയമില്ല. ഏത് സമയം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിപ്പം പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്താണ്. പരീക്ഷത്തിന് 7 ദിവസം ക്ലിയർ ആയുസ് ഉണ്ടായിരുന്നു. നമുക്ക് അറിയില്ല അല്ലേ? കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ അല്ലേ? ജ്ഞാനാംബിക മാതാജിക്ക് ഉറക്കം വരുന്നുണ്ടോ മാതാജി? അല്ല, ഉറക്കമല്ല, ഗുളിക കഴിച്ചിട്ടേ ഛർദ്ദിക്കാൻ വരുന്നു. ഗുളിക തലവേദനയോ? കഴിച്ചിട്ട് ഛർദ്ദിക്കാൻ വരുന്നു, ഗുളിക മാതാജി കഴിച്ചത് കൊണ്ടേ. മാതാജി അങ്ങനെയാണ്. ക്ഷീണാണെങ്കിൽ ലീവ് ചെയ്തു. ഒരു ശ്ലോകം കൂടെ എടുത്ത് നമ്മൾ ഈ ചാപ്റ്റർ തീരുവാണ്. അല്ല, അത് റെക്കോർഡ് ചെയ്യുന്നുള്ള, ഞാൻ കേട്ടോളാം. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, മാതാജി ലീവ് ചെയ്തോളൂ, ഞാൻ കുഴപ്പമില്ല. കേട്ടോളാം. കുഴപ്പമില്ല മാതാജി. ഒട്ടും വയ്യ, ഛർദ്ദിക്കാൻ ഇല്ല വരുന്നു. ഇല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ കിടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് മാതാജി കുഴപ്പമില്ല. ശ്രദ്ധിക്കുന്നുണ്ട്. മാതാജി ഇരിക്കുന്ന ഒരു വേറൊരു ലെവലിലാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഇത്ര നീളമുള്ള ഒരു ഗുളിക സഡേഷന് ഛർദ്ദിലും വരുന്നു. ആഹാ, ഹരേ കൃഷ്ണ. കേട്ടോളാം, ഞാൻ കേട്ടോളാം, അത് കേട്ടോളാം. ശരി മാതാജി. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കലിയുഗം എത്ര ആ, വലിയ വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യും. തിരമാലകൾ ഇങ്ങനെ ഉയർന്നും താഴ്ന്നും വന്നുകൊണ്ടേയിരിക്കും. ചുഴികൾ ഉണ്ടാകും. വലിയ മകരമത്സ്യങ്ങൾ, അതിൽ മുതലകൾ ഉണ്ടാകും പിടിച്ച് വലിച്ചു താഴ്ക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സത്സംഗത്തിൽ തന്നെ സ്റ്റേ ചെയ്യുക അല്ലേ? നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടും ഇന്ന് ഭാഗവതം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? അതാണ് മനസ്സിലാകുന്നത്. ഈ ചുഴികളും അതുപോലെ തന്നെ ഈ മകരമത്സ്യങ്ങളും ഒക്കെ എന്താണ്? പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മളെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മളതിൽ വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? പക്ഷെ ഞാൻ എനിക്ക് വരുന്നൊരു കാര്യം, എനിക്ക് ഓഫീസിൽ നിന്ന് വന്ന വഴി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ വേറൊരു മീറ്റിംഗ്. ആ മീറ്റിംഗ് ഓൺലൈനിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് 7:10 അപ്പൊ ഞാൻ 7:10 ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാനിന്ന് വാസ്തവത്തിൽ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. വന്നിട്ട് കുളിക്കാതെയാണ് ഇരിക്കുന്നത്. ഓഫീസിൽ നിന്ന് എന്നിട്ട് കുളിക്കാതെയാണ് ക്ലാസ്സിൽ കയറി ഇരിക്കേണ്ടി വന്നത് ആദ്യമായിട്ട്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? ക്ലാസ് വേണേൽ സസ്പെൻഡ് ചെയ്യായിരുന്നു. ഞാൻ മാതാജി എന്നോട് പറഞ്ഞു, ആകെ 2 പേരേ ഉള്ളൂ, പ്രഭു ക്ലാസ് നിർത്താം. ഞാൻ പറഞ്ഞു, വേണ്ട മാതാജി, അങ്ങനെ നിർത്താനായിട്ട് പാടില്ല അല്ലേ? അപ്പൊ അടുത്ത ആഴ്ച വേറെ നമുക്ക് ഇതുപോലെ തന്നെ മായ എന്ത് ചെയ്യും? ഒരു പണി തരും. വേറെ എന്തെങ്കിലും ഒരു പണി തരും. അതിന്റെ അടുത്ത ആഴ്ച വേറൊരു പണി തരും. അപ്പൊ നമുക്ക് നിർത്താനായിട്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മളുടെ എന്താണ്? അപ്പൊ കുറച്ചുകൂടി അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താവും? ഒരു വിരക്തി തോന്നും. ഓ, ഇത് ആകെപ്പാടെ 2 പേരേ ഉള്ളൂ ക്ലാസ്സിൽ. ഓ, ക്ലാസ് എടുക്കണ്ട, പിന്നെ ആരും ഇൻട്രസ്റ്റഡ് ഇല്ല. ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോടുള്ള ഇതിനു വേണ്ടിയിട്ട് ചിലപ്പം ചിലരൊക്കെ വരുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് തന്നെ ഉള്ളിൽ ഇങ്ങനെ ഒരു അപകർഷതാ ബോധവും, ഓ വേണ്ടായിരുന്നു, എല്ലാം നിർത്തിയേക്കാം എന്നിങ്ങനെയുള്ള തോന്നലുകളൊക്കെ തന്നെ മായ ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് ആ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എടുത്തത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം എടുക്കാം. അപ്പം എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഈ കലിയുഗത്തിൽ ഭാഗവത കഥാമൃത ശ്രവണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇരിക്കുന്ന 10,000-കണക്കിന് ഋഷിമാര് എന്നാണ് ഇത് കേൾക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അവർ പരമസത്യം എന്താണെന്ന് അവർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്താണ്? അവർക്ക് അത് ഗ്രഹിച്ചിട്ട് അവർക്ക് എന്താണ്? മോക്ഷമാർഗത്തിലേക്ക് പോകണമെന്ന് താല്പര്യമുള്ളവരാണ് ഇരിക്കുന്നത്. ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. അതേപോലത്തെ ആകാംക്ഷ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 23. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേത ധർമ്മകം ശരണം ഗദാ. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാമധുനോപേതേ ധർമ്മകം ശരണം ഗദാം. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. മാതാജി അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. സവിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി.
ഇന്ന് ശ്ലോകം ഗ്രൂപ്പിൽ വന്നിട്ടില്ല പ്രഭു. ഷെയർ ചെയ്തിട്ടില്ല മാതാജി. രാധിക മാതാജി ഗുരുവായൂർ അഷ്ടപതി പാരായണം ചെയ്യാൻ പോയിട്ട് അവിടെ തങ്ങുവാണെന്ന് തോന്നുന്നു. ശ്രീരഞ്ജനി ആ മാതാജി, നമ്പർ ഒന്ന് പറയാമോ പ്രഭു? ശ്ലോകം നമ്പർ 23, ഒന്നാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് ശ്ലോകം. 23. ഹരേ കൃഷ്ണ. ബ്രൂഹി യോഗേശ്വര. നമോ ഭഗവതേ വാസുദേവായ. ബ്രൂഹി യോഗേശ്വര കൃഷ്ണോ ബ്രഹ്മണേ ധർമ്മവർമ്മനെ സ്വാം കാഷ്ടാം അധുനോപേതേ ധർമ്മക്കേ ശരണം ഗതഃ. ദസ്സദിതി. ഹരി ഓം ഹരേ ദസ്സത്. ഹരി. കൃഷ്ണ. ശ്രീല പ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭാത്. ബ്രൂഹി, ദയവായി അറിയിച്ചാലും യോഗ ഈശ്വര, സർവശക്തികളുടെ ഈശ്വരൻ കൃഷ്ണ, കൃഷ്ണ ഭഗവാൻ ബ്രഹ്മണ്യെ, നിരപേക്ഷ സത്യം, ധർമ്മം വർമ്മണി, സംരക്ഷകൻ, സ്വാം സ്വയം, കാഷ്ടം ധാമം, അധുന ഇന്ന്, ഉപദേ പ്രയാണം ചെയ്ത ശേഷം, ധർമ്മ മതം കം ആർക്കാണോ ശരണം ഗത ആസക്തമായ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത്. ജയ ശ്രീല പ്രഭാത്. സർവമായ ശക്തികളുടെ അധിപനും നിരപേക്ഷ സത്യവുമായ ശ്രീകൃഷ്ണൻ സുധാമത്തിലേക്ക് പ്രയാണം ചെയ്ത ശേഷം അസ്തശക്തമായ ധർമ്മതത്വങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരാണെന്ന് ദയവായി അറിയിച്ചാലും. അപ്പം സർവമായ ശക്തികളുടെയും അധിപനും നിരപേക്ഷ സത്യവുമായ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്ത ശേഷം അസ്തശക്തമായ ധർമ്മതത്വങ്ങൾ ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ദയവായിട്ട് അറിയിച്ചാലും. അപ്പൊ നമ്മള് ഈ ഒരു ചോദ്യം ഋഷിമാര് ചോദിക്കുമ്പോൾ നമ്മൾ വേറൊരു സന്ദർഭത്തിലേക്ക് പോകണം. ഇതുപോലെ തന്നെ ഭഗവാന്റെ അടുക്കൽ നാരദമുനി വന്ന് ചോദിക്കുന്നു. ഭഗവാൻ എന്താണ് തിരോധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത്, അല്ലയോ ഭഗവാനെ, അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കലിയുഗം ദേ ഓൾറെഡി വന്നിരിക്കുന്നു, ദേ ഇങ്ങനെ കലിയുഗം വന്ന് അടുത്തിരിക്കുന്നു, കലിയുഗത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് നേരിട്ട് കലിയുഗത്തിൽ ഇല്ലല്ലോ, കലിയുഗത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യും? അങ്ങ് ഇവിടുന്ന് പോയി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരുടെ സ്ഥിതി വളരെയധികം മോശമാണല്ലോ എന്ന് പറഞ്ഞ് നാരദമുനി സങ്കടപ്പെട്ടപ്പോൾ നാരദമുനിക്ക് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു, നാരദ മഹർഷേ, അങ്ങ് വിഷമിക്കേണ്ട. കലിയുഗത്തിലെ മനുഷ്യർക്ക് എന്താണ് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രന്ഥരൂപത്തിൽ ശ്രീമദ് ഭാഗവതമായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു അല്ലേ? അപ്പൊ എന്താണ് കലിയുഗത്തിലെ ജനങ്ങൾക്കുള്ള മുക്തിമാർഗം ഇവിടെ തന്നിരിക്കുന്നു നമ്മൾക്ക് ഭാഗവത രൂപത്തിൽ. അപ്പൊ നമ്മൾ ഇതങ്ങ് പാനം ചെയ്ത് കുടിച്ചാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പ്രയാണം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഋഷിമാരുടെ ആഗ്രഹം അല്ലെ, ചോദ്യം. അപ്പൊ ഈ ചോദ്യം അവര് ചോദിച്ചു. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ മുതൽ നമുക്ക് കാണാം ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ. ഈ ചോദ്യങ്ങളെല്ലാം കൂടെ ചോദിച്ച് ഇതിൻ്റെ എല്ലാം കൂടെ ഉത്തരമായിട്ട് പറയുന്നതാണ് ബാക്കിയുള്ള കാണ്ഡങ്ങൾ. ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സൃഷ്ടി. ഒന്നാമത്തെ കാണ്ഡം മെയിനായിട്ട് നമ്മൾ പറയുന്നത് സൃഷ്ടി എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇനി അങ്ങനെ നീണ്ടുപോവാണ്. അപ്പൊ ഈ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ഇത് കലിയുഗത്തിലെ മൂല്യങ്ങളും ഈ വരാൻ പോകുന്ന കലിയുഗത്തിൽ ഇങ്ങനെ ഇപ്പൊ ധർമ്മച്യുതി, അധർമ്മത്തിന് എപ്പോഴും ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാണാം അല്ലേ? ചുറ്റോടി ചുറ്റും നോക്കി കഴിഞ്ഞാൽ അധർമ്മം ഇങ്ങനെ തഴച്ചു വളരുകയാണ് അല്ലേ? ധർമ്മസ്ഥരായിട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ഭയങ്കര കഷ്ടപ്പാടുകളാണ്. അധർമ്മികൾക്ക് വീണ്ടും വീണ്ടും ഉയർച്ച. രാഷ്ട്രീയക്കാരും ഭരിക്കുന്ന ആൾക്കാരും ഒക്കെ തന്നെ ഭയങ്കര അധർമ്മികളാണ് അല്ലേ? അപ്പം നമ്മൾ വീണ്ടും വീണ്ടും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, അവരെ നമുക്കിട്ട് വീണ്ടും വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണ് മലർന്നു കിടന്ന് തുപ്പുവാണ് അല്ലെ? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു, എന്നിട്ട് അവരുടെ പീഡനങ്ങൾ നമ്മൾ സഹിക്കുന്നു. കലിയുഗത്തിൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ? അധർമ്മത്തിന് അവിടെ തഴച്ചു കുഴച്ച് വളരുകയാണ്. അധർമ്മത്തിന് എപ്പോഴും പോഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മികളായിട്ടുള്ള ആൾക്കാര് എന്ത് പറഞ്ഞാൽ ആരും വിലപ്പോകില്ല അല്ലേ? അവർക്ക് ശക്തിയില്ല, ബലമില്ല, അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല. അധർമ്മത്തിന്റെ കൂടെ ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ?
അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മോക്ഷമാർഗം, എങ്ങനെ മോക്ഷത്തിലേക്ക് പോകാം, എങ്ങനെ നമ്മൾക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാവർക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ശ്രീമദ് ഭാഗവതം പഠിക്കുക. ശ്രീമദ് ഭാഗവത പാരായണം അത് തന്നെയല്ല, അത് എന്താണ്, അത് അത് കുടിച്ചിറക്കുക, പാനം ചെയ്ത് അതിൻ്റെ നിർവൃതി ആസ്വദിക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒന്നാമത്തെ കാണ്ഡം ഇത്രയും പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഇരിക്കുന്നത്? അപ്പോൾ ചിലർ പറയും ഇത് 10ാമത്തെ കാണ്ഡത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ രസം മുഴുവൻ കുടിക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ട് ഓടി 10ാമത്തെ കാണ്ഡത്തിലേക്ക് പ്രിസ്ക്രൈബ്ഡ് ആണോ നേരിട്ട് 10ാമത്തെ കാണ്ഡവും വായിക്കാനായിട്ട്? അവിടെയാണ് ശ്രീകൃഷ്ണ ലീലകളെല്ലാം ചെല്ലുന്നത്. അപ്പോൾ അതിന് മുൻപേ നമ്മൾ അതിലേക്ക് ക്വാളിഫൈഡ് ആകണം. ഡയറക്റ്റ്ലി 10ാമത്തെ കാണ്ഡം. അപ്പോൾ ചൈതന്യ ചരിതാമൃതം നമ്മൾ ആദ്യം തന്നെ പഠിക്കാനായിട്ട് റെഫർ ചെയ്യുന്നില്ല കൃഷ്ണാപത്തിലെ ആചാര്യന്മാരൊന്നും. കാര്യം അതെന്താണ്, PhD ലെവലാണ്. PhD ലെവൽ എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആണോ? അല്ല. എന്താണ്, മാധുര്യ പ്രേമത്തെ പറ്റിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാധുര്യ പ്രേമരസം. ആ മാധുര്യ പ്രേമരസം ഇപ്പൊ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമുക്ക് മനസ്സിലാകും? ചൈതന്യ മഹാപ്രഭു ഏത് ഭാവത്തിലാണ്? വിപ്രലംബ ഭാവത്തിലാണ് അല്ലേ? ഒരു എക്സ്റ്റസി ഉള്ള ഭാവമാണല്ലേ. നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഭ്രാന്തനാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ എത്തിയിരിക്കുന്നതാണ്. കാര്യം അദ്ദേഹം എന്താണ്, ആ മാധുര്യ പ്രേമരസം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നതും ജീവിക്കുന്നതും അല്ലേ. അപ്പൊ ആ ചൈതന്യ ചരിതാമൃതം ആ ഒരു പ്രേമഭക്തി യെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെന്താണ്, നമ്മൾ ഓടി രക്ഷപ്പെടും ഇതിൽ നിന്നൊക്കെ കിറ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് ഭഗവാൻ ചെയ്ത് നടന്ന കാര്യങ്ങള്, ഭഗവാന്റെ അവതാരങ്ങള്, അതുപോലെ ഭഗവാന്റെ ഭക്തർ ചെയ്ത കാര്യങ്ങള്, ഇങ്ങനെയൊക്കെ നമ്മളെ എന്ത് ചെയ്തു, ഭഗവാന്റെ ലീലകൾ കേൾക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് എത്തിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, ഭഗവാൻ വെണ്ണ മോഷ്ടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോഷ്ടാവിനെ പറ്റി ആണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അസുരന്മാരെ വധിക്കുന്നു, എപ്പോഴും ഇതേ കൊലപാതകം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഭഗവാൻ ഇത്രയും വിവാഹം കഴിച്ചു, ഇത്രയും സ്ത്രീകളെ വിവാഹം കഴിച്ചോ, എന്നാൽ നമുക്ക് ഇത് ഇനി വായിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറേ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് ബാക്കിയുള്ള കാണ്ഡോയിൽ നമ്മൾ കവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ രസായനം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇച്ഛിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് നമ്മൾ അത് കുടിച്ച് നമ്മൾ അതിന്റെ നിർവൃതി എടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കുടിക്കാനായിട്ടുള്ള നിർവൃതിയിലേക്ക് നമ്മൾ കാല് വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് രസം എന്താണ് എന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പം ഈ ആദ്യത്തെ ഒരു അധ്യായത്തിലൊന്നും അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. നമ്മൾ അതിലേക്ക് അത് കഴിക്കാനായിട്ട് എന്താണ്, നമ്മൾ പ്രാപ്തരാകാനായിട്ടുള്ള പടിപടിയായിട്ടുള്ള അതിലൂടെ നമ്മൾ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ വിവർത്തനം: സ്വയം പരമദിവ്യോത്തമ പുരുഷനാൽ നിർവചനം നൽകപ്പെട്ട നിർദ്ദിഷ്ട ധർമ്മസംഹിതകളാണ് പ്രധാനവുമായ മതം അഥവാ ധർമ്മം. എപ്പോൾ എവിടെ ധർമ്മതത്വങ്ങളുടെ ദുരുപയോഗമോ അഥവാ അവഗണനയോ ഉണ്ടാകുന്നുവോ അപ്പോൾ അവിടെ മതതത്വങ്ങളുടെ പുനഃസ്ഥാപനാർത്ഥം പരമപുരുഷനായ ഭഗവാൻ സ്വയം അവതരിക്കുന്നു. നമ്മൾ ആ ശ്ലോകം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ഭഗവത്ഗീതയിൽ പഠിച്ച ശ്ലോകം? നമ്മൾ പലതവണ പറഞ്ഞാണ്. ഏതാണ്? സബിത മാതാജിക്ക് അറിയാമോ? മാതാജിക്ക് അറിയില്ലായിരിക്കാം. ഇല്ല പ്രഭുജി. പത്മമാതാജി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഹരേ മാതാജി 3 വർഷമായിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള ആളാണ്. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണകുമാരി മാതാജി. പ്രഭു ക്വസ്റ്റ്യന്. ഈ ധർമ്മത്തിന് നാശം സംഭവിക്കുമ്പോൾ ഭഗവാൻ ധർമ്മത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവതരിക്കുമെന്നുള്ള ശ്ലോകം ഇപ്പോഴും നമ്മൾ പറയുന്ന പ്രഭു, എനിക്കൊരു ശ്ലോകം ഓർമ്മ വരും. യഥാ യഥാ അത് ഹി തന്നെ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതം അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ. അപ്പൊ എന്താണ്, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നോ, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നോ, അപ്പോഴൊക്കെ ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അവതരിച്ചുകൊണ്ടേയിരിക്കും. എവിടെ അവതരിക്കുന്നത്? ഭഗവാൻ അവതരിക്കാനായിട്ട്
പല പ്ലാനറ്റ്സുകളും പല ബ്രഹ്മാണ്ടങ്ങളും ഉണ്ട്. ഇവിടെ കലിയുഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലിയുഗത്തിന് അന്ത്യത്തിലേ ഇനി ഭഗവാൻ അവതരിക്കുകയുള്ളൂ. പക്ഷെ ഭഗവാൻ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ നാമരൂപത്തിൽ ദേ നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ ഭാഗവത രൂപത്തിൽ ഗ്രന്ഥരൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ തീർത്ഥ രൂപത്തിൽ ഗംഗാനദിയായിട്ട് യമുനാ നദിയായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എന്താണ് പ്രസാദ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് ഭക്ഷണം ആയിട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് രൂപത്തിൽ ഭഗവാൻ ഇങ്ങനെ വന്നിരിക്കുന്നു. ഡയറക്റ്റ്ലി ഭഗവാൻ വരുന്നത് കൽക്കിയായിട്ടാണ് അല്ലേ, നേരിട്ട് വരുന്നത്. പക്ഷെ ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ എന്താണ് നാമത്തിൽ ഭഗവാന്റെ പൊട്ടൻസികൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മളോട് നാമം ജപിക്കൂ എന്ന് പറയുന്നത്. നമ്മളുടെ കാരണവന്മാരടക്കം എല്ലാവരും നമ്മൾ നാമം ജപിക്കൂ, നാമം ജപിക്കൂ. കലിയുഗത്തിൽ അതല്ലാതെ വേറെ മാർഗങ്ങളില്ല. തപസ് ചെയ്യാനോ മെഡിറ്റേറ്റ് ചെയ്യാനോ ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷെ അതല്ല പ്രോപ്പറായിട്ടുള്ള പ്രോസസ്. അതുകൊണ്ട് സന്യാസം ഒന്നും കലിയുഗത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരമപുരുഷനായ ഭഗവാൻ സ്വയം അവതരിക്കുന്നു. ഇത് ഭഗവത്ഗീതയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ നൈമിഷാരണ്യത്തിലെ മുനിമാർ ഈ ധർമ്മതത്വങ്ങളെ സംബന്ധിച്ച് ആരായുന്നു. ഈ അന്വേഷണങ്ങൾക്ക് ഉത്തരം വരും അധ്യായങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട്. ദിവോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണമാകുന്നു ശ്രീമദ് ഭാഗവതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമപുരുഷന്റെ അതീന്ദ്രിയ ശബ്ദ ചിത്രീകരണം, അതായത് ഒരു ഗീതമായിട്ടാണ്, ഒരു പാട്ട് പോലെയാണ് അല്ലേ. അതാണ് ശ്രീമദ് ഭാഗയാൽ അതീന്ദ്രിയ വിജ്ഞാനത്തിന്റെയും ധർമ്മതത്വങ്ങളുടെയും സമഗ്ര ആവിഷ്കാരമാണ് ഭാഗവതം. ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്ന ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത്? പരിത്രാണായ സാധൂനാം, സാധുക്കൾക്ക് എപ്പോഴും അവർക്ക് പ്രാണഭയം നേരിടുന്നുവോ, എപ്പോഴൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവർ, പണമില്ലാത്തവരാണോ? അല്ല, ഭക്തന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം, അവർക്ക് എപ്പോഴൊക്കെ ഈ ദുഷ്കൃതങ്ങൾ ഉണ്ടായിട്ട് അവർക്ക് വിനാശങ്ങൾ ഉണ്ടാകുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും ഭഗവാൻ അവതരിക്കും. അപ്പൊ അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നമുക്കിപ്പോൾ ഭാഗവത രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുകയാണ്. നമ്മളപ്പം ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ അതേ രീതിയിൽ ടേക്കപ്പ് ചെയ്തിട്ട് മുന്നോട്ട് എല്ലാവരും കൊണ്ടുപോവുക. അപ്പം നമ്മൾ 1-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രശ്നോത്തരി ഇടാനായിട്ട് ഈ കർക്കിടക മാസത്തിൽ എനിക്ക് സാധ്യമാകില്ല എന്ന് അറിയത്തില്ല. കാര്യം എല്ലാ ദിവസവും രാമായണ പാരായണമാണ്. ഒരു സെക്കൻഡ് പോലും സമയം ഇല്ല. ഇന്ന് രാമായണ പാരായണം നമ്മളില്ല, ഇന്ന് ഭാഗവതം കാരണം. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും നോക്കുക. ഈ പറയുന്ന 23 ശ്ലോകങ്ങളേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. പക്ഷെ അത് നമ്മൾ ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായം നമ്മൾ അത് എന്താണ് സൈന്യ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് പലരും സ്കിപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ അത് ആചാര്യന്മാർ പറയുന്ന 1-ാമത്തെ അധ്യായമാണ് ബാക്കിയുള്ള അതിലേക്കൊക്കെ നയിച്ചത്. അതുകൊണ്ട് 1-ാമത്തെ അധ്യായം അത്ര സിമ്പിളായിട്ട് തള്ളിക്കളയരുത്. 1-ാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ പറയുന്നു. അല്ലെങ്കിൽ ഇത് വായിക്കാതെ നമ്മൾ അടുത്തതിലേക്ക് പോകാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളും ആ ചോദ്യം ചെയ്ത ആൾക്കാരുടെ ക്വാളിഫിക്കേഷനും അവരെങ്ങനെയാണ് ഒരു ആചാര്യനെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്, ഒരു ആചാര്യൻ എങ്ങനെയായിരിക്കണം, വ്യാസാസനത്തിൽ ഇരിക്കുന്ന ആചാര്യൻ ചോദ്യം ചോദിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നു. തുടർന്ന് നമ്മളും ഇതുപോലെ ആയിരിക്കണം. നമ്മളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയുള്ള ഒരു ഗുരുവായിരിക്കണം, അതുപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് സബ്മിസീവായിട്ട് ചോദിക്കണം, അല്ലെ, വളരെ എളിമയോടുകൂടി. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാകരുത് ഒരിക്കലും, അല്ലേ. എനിക്കിത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് പരമസത്യത്തെ പറ്റി, അതുകൊണ്ട് എൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിട്ട് എന്താണ് ആ പരമസത്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്നെ വഴി കാട്ടുന്ന ആളാണ് ഗുരു, അല്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പം എന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, ഉറപ്പാണിത്. അപ്പം അതുകൊണ്ട് എന്താണ്
ഇനി എന്തെങ്കിലും സംശയം ഇന്നെടുത്ത 2 ശ്ലോകത്തിലുണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ എല്ലാവരും കൃഷ്ണ ഉണ്ടോ? അത് പ്രഭു. ഉറങ്ങിപ്പോയോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതായത് വേദ നിയമങ്ങൾ, അതായത് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളാണ് ധർമ്മം അല്ലെങ്കിൽ മതം. അപ്പം അത് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറഞ്ഞപ്പോ അത് ശരിക്കും എപ്പോഴാണോ ധർമ്മത്തിന് ച്യുതി വരുന്നത്, അപ്പോൾ ഭഗവാൻ ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും സാധുക്കളെ, അതായത് ശുദ്ധഭക്തരെ, ശരിക്കും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനേക്കാളും ശുദ്ധഭക്തരെ രക്ഷിക്കാനുമാണ്, പരിത്രാണായ സാധൂനാമാണ് ഭഗവാന്റെ അവതാര ലക്ഷ്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് ഞാൻ ആ പോയിന്റ് വിട്ടുപോയി. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. പ്രധാനമായിട്ടും ഭഗവാന് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന പോലെ ശത്രുക്കൾ ഭഗവാന്റെ സൃഷ്ടിയിലല്ലേ ഈ അസുരന്മാരും എല്ലാം ഉണ്ടായത്. ആരെയാണ് നമ്മളുടെ കണ്ട മെയിൻ വലിയ അസുരന്മാരൊക്കെയാണ്? ജയവിജയന്മാരല്ലേ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് വന്നതും, രാവണനും കുംഭകർണനുമായിട്ട് വന്നതും, ശിശുപാലനും ദണ്ഡമിത്രനായിട്ട് വന്നതും എന്താണ്? വൈകുണ്ഠത്തിലെ സേവകരാണല്ലേ? അവർക്ക് ശാപം കിട്ടിയതാണല്ലോ. ആരുടെ? സനകാദി ഋഷികളുടെ ശാപം കിട്ടി അവർ 3 ജന്മം എടുത്തിട്ട് ഭഗവാൻ അടുത്തേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പം ഭഗവാൻ ഇവരെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ശപിപ്പിച്ച് ഇങ്ങോട്ട് വിടേണ്ട ആവശ്യമുണ്ടോ സനകാദികളെ കൊണ്ട്? ഇല്ല, അല്ലേ? ഭഗവാൻ അപ്പം ഇവിടെ അവതരിക്കണം എന്നുള്ള ഇച്ഛ മനസ്സിലിരിക്കുകയാണ്, ഭക്തന്മാരുടെ കൂടെ രമിക്കുക. അപ്പം ഭഗവാന്റെ ആ ഇച്ഛാപൂർത്തീകരണത്തിനായിട്ട് ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു, അല്ലേ? ആ ഭക്തന്മാരുടെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സമ്മേളനം, ഓരോ സ്റ്റേജിലും ഭഗവാൻ ഓരോ സ്ഥലത്തും ചെന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലേ? അത് രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് താലോലിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളുടെ ജീവിതം വെടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലീലാസ്മരണം കൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മോക്ഷം തന്നെയാണ്. നമ്മൾ അന്തരംഗം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മാതാജി പറഞ്ഞ് വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. കൃഷ്ണകുമാരി മാതാജി. ഞാനൊന്ന് ഇറങ്ങുകയാണ് പ്രഭു. ഹരേ കൃഷ്ണ. ശരി മാതാജി, ക്ലാസ് കഴിഞ്ഞായിക്കോട്ടെ. കൃഷ്ണകുമാരി മാതാജി അവൈലബിൾ അല്ല എങ്കിൽ പത്മ മാതാജി. പ്രഭു, ഈ കലിയുഗത്തില് നമ്മുടെ ഈ തോന്നൽ തരണം ചെയ്യാനായിട്ട് അങ്ങയുടെ ഇത് വേണമെന്ന് പറഞ്ഞ ഭഗവാന്റെ അല്ലയോ പ്രഭു? അതോ അങ്ങയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഭഗവാനെയാണ്? അതോ? എനിക്ക് ചോദ്യം മനസ്സിലായില്ല മാതാജി. കലിയുഗത്തില് പ്രഭു പറഞ്ഞില്ലേ, നമ്മൾ ഈ കലിയുഗത്തിലെ ഈ തോണിയാകുന്ന കലിയുഗത്തിൽ നമ്മൾ അതിനെ തരണം ചെയ്യാനായിട്ട് നമ്മളെ അതിനെ ഒരു കപ്പിത്താനായിട്ട് അങ്ങയെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അത് ഭഗവാനെയാണോ? അല്ല, ആധ്യാത്മിക ഗുരുവാണ് കപ്പിത്താൻ. ഭഗവാനാണ് നൗക കൊണ്ടേ തന്നതും ആ തോണി കടത്തുകാരനെ കൊണ്ടു തന്നതും ഭഗവാനാണ്, അല്ലേ? ആധ്യാത്മിക ഗുരു. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് നിലയില്ലാ കയറ്റിൽ കിടന്ന് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭൗതിക സാഗരത്തില്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമ്മളോട് കൃപ തോന്നി നമ്മൾക്ക് എന്താണ് ഒരു നൗക കൊണ്ടു തന്നു, എന്നിട്ട് ഒരു തോണിക്കാരനെയും കൊണ്ടു തന്നു. എന്താണ്? ഈ സാഗരം നീ നീന്തി കിടക്കാനായിട്ട് സാധിക്കത്തില്ല, അപ്പൊ അതുകൊണ്ട് തോണിയും തോണിക്കാരനും തുഴക്കാരനെയും കൂടെ കൊണ്ടു തന്നു, ഇനി നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ കയറാൻ തയ്യാറായില്ലെങ്കിൽ അത് നമ്മളുടെ കുഴപ്പം. മനസ്സിലായില്ലേ? പത്മ മാതാജി. ഭഗവാൻ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഭാഗവതം കലികാലത്തിലെ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവതം നമുക്ക് തന്നിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുകയാണ്. കലിയുഗത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും എന്താണ് ഉദ്ധാരണാർത്ഥം, അല്ലെ? അവര് എന്താണ് കലിയുഗത്തിന്റെ പ്രസരണത്താൽ ഇങ്ങനെ കലിയുഗത്തെ മുക്തി കിട്ടുവാനായി, ജനങ്ങൾക്ക് മുക്തി കിട്ടുവാനായിട്ട് തന്നേക്കുന്നതാണ് ഭഗവാൻ തന്നാണ് ഭാഗവതം. ഭാഗവതം തന്നിരിക്കുകയാണല്ലേ നമുക്ക്. നീ ഇത് മാത്രം ചെയ്താൽ മതി, ഭാഗവതം ഫോളോ ചെയ്താൽ മതി, ഭാഗവതം പഠിച്ചാൽ മതി, എന്താണ് ഈ ഭൗതിക സാഗരത്തെ തരണം ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും.
ഹരേ കൃഷ്ണ. സബിത മാതാജി. ആ പ്രഭു, ഞാനും അതേ പോയിന്റാണ് നോട്ട് ചെയ്തത്. കലിയുഗത്തില് ഭഗവാൻ ഗ്രന്ഥരൂപത്തിൽ അവതരിച്ചതാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിന് നമ്മൾ മനസ്സിലാക്കി നമ്മള് ഭക്തിയുത സേവനത്തിൽ മുന്നേറുക. അതിൽ പല മായകളും പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെല്ലാം തരണം ചെയ്ത് മുന്നേറാൻ നമ്മൾക്ക് ഈ ഗ്രന്ഥം നമ്മളെ സഹായിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ തിരമാലകളും അതുപോലെ തന്നെ ഈ മകരമത്സ്യങ്ങളും അതുപോലെ വലിയ തിമിംഗലങ്ങളും ഒക്കെ നമ്മളെ പിടിച്ചേക്കാം. പക്ഷെ നമ്മള് എന്താണ് പിടിവിടാതെ എന്താണ് നമ്മളുടെ ആ തുഴക്കാരനിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ തുഴക്കാരനെ ആശ്രയിക്കുക പൂർണ്ണമായിട്ടും. അതുപോലെ തന്നെ ദൃഢനിശ്ചയം, അതായത് ഞാൻ എന്താണ് ഈ ആ തുഴക്കാരനെ വിട്ട ആളെയും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു അടി, എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്, എന്തെല്ലാം ചുഴലിക്കാറ്റുണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ സുനാമി അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞാൻ എന്താണ് ആ പാദങ്ങളിൽ നിന്ന് ഞാൻ വിടില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ സാഗരം മറുകര കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്, ഗ്യാരണ്ടീഡ് ആണ്, യാതൊരു വ്യത്യാസവുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് തരണം ചെയ്യാനായിട്ട് ശ്രീമദ് ഭാഗവതം തന്നെ അതിനൊരു വഴി ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധു ഭേവച്ച പതന പാവനിഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്, അനന്തകോടി ആചാര്യവന്തി കി ജയ്, നാമാചാര്യ ഹരിദാസ് ഠാകൂർ കി ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ.